എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം, അതായത് ഒരു 10-11 ദിവസം മുമ്പ്, നമ്മൾ ടി വിയുടെ ചരിത്രമായിട്ട് ബന്ധപ്പെട്ടിട്ട്, അതായത് ടി വിയുടെ ഒരു വലിയൊരു ചരിത്രമാണ്. അതിന് നമ്മളൊന്ന് ചുരുക്കി, അതായത് 10-11 മിനിറ്റോളം ഉണ്ടായിരുന്ന വീഡിയോ ചുരുക്കി നമ്മൾ കഴിഞ്ഞ സമയത്ത് നമ്മൾ വീഡിയോ ഇട്ടിരുന്നു. അപ്പം നമ്മളെ ആ വീഡിയോയുടെ ഇപ്പം അല്പം സമയമായി, ഞാനിപ്പോൾ എല്ലാം ശരിയായി വന്നത് ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യാൻ ആയത്. അപ്പം നമ്മൾ ഈ വീഡിയോയിലൂടെ ടി വിയുടെ ചരിത്രത്തിൻ്റെ ബാക്കി ഒരു ഭാഗം, നമ്മളിപ്പോൾ ഫസ്റ്റ് ഹാഫ് നമ്മളിപ്പോൾ ആദ്യത്തെ ഒരു ഭാഗം നോക്കിക്കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള അത്യാവശ്യം പ്രാധാന്യം അർഹിക്കുന്ന ഭാഗങ്ങളുണ്ട്. നമുക്കപ്പം ഈ വീഡിയോയിലൂടെ നമുക്കതൊക്കെ ചർച്ച ചെയ്യാം. ഫസ്റ്റ് പാർട്ട്, അതായത് ടി വിയുടെ ചരിത്രത്തിൻ്റെ ഒരു ആമുഖവും ടി വിയുടെ ചരിത്രത്തിൻ്റെ ഒരു ഹ്രസ്വഭാവം, അതായത് നമ്മൾ ടി വിയുടെ ഒരു അടിസ്ഥാനപരമായ ഒരു കാര്യം അതൊക്കെ പറയുന്നൊരു വീഡിയോ ആയിരുന്നു ആദ്യത്തെ വീഡിയോ കാണാത്തവർ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ, ഈ കാണുന്ന വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഇട്ടിട്ടുണ്ടാവും, പരിശോധിച്ചാൽ മതി. നമുക്കപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അതിൻ്റെ തൊട്ടടുത്ത വർഷം, എൻ്റെ പിറ്റേ വർഷം 1926 അദ്ദേഹം ഇത് പബ്ലിക്കായിട്ട്, ഇത് ജനങ്ങളുടെ മുമ്പിൽ ഒരു പ്രദർശനം നടത്തി. ഇത് പബ്ലിക്കായിട്ടുള്ളൊരു പ്രദർശനം നടത്തി ടി വിയുടെ. 1926 ഈ ടി വിക്ക് ഇങ്ങനെ നമ്മൾ ചലിക്കുന്ന ചിത്രങ്ങളൊക്കെ ആളുകളെ കാണിച്ചു അദ്ദേഹം. ഇത് പ്രധാനമായിട്ടും എൻ്റെ മെക്കാനിക്കൽ ഡിസ്ക് കറക്കിയാണ്. അതിനകത്ത് ഒരു ടൈപ്പ് ഡിസ്ക് ഉണ്ട്. ആ ഡിസ്ക്കാണ് നമ്മൾ കറക്കിയും അങ്ങനെ ഒരു പ്രത്യേക രീതിയിലാണ് അദ്ദേഹം അത് ആദ്യകാലത്ത് ചെയ്തത്. പിന്നീട് അങ്ങോട്ട് ഇലക്ട്രോണിക്കിൻ്റെ ഒരു ഇറയായിരുന്നു, ഒരു കാലഘട്ടമായിരുന്നു തുടങ്ങിയത്. 1930 മുതൽ 1940 വരെയായിരുന്നു ആ ഒരു കാലഘട്ടം. ആ ഒരു കാലത്ത് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും ഫിലോ ഫാൻസ്വർത്ത് എന്ന ആ ശാസ്ത്രജ്ഞനോടൊപ്പം RCA എന്ന് പറയുന്നത് റേഡിയോ കോർപ്പറേഷൻ ഓഫ് അമേരിക്ക എന്നാണ് അത് സംഘടനയുടെ പൂർണ്ണ പേര്. അമേരിക്കയുടെ, അതായത് റേഡിയോപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഈ ഒരു കോർപ്പറേഷനാണ്, ഈ ഒരു സംഘടനയാണ്. അപ്പോൾ ഇതിനകത്തുള്ള ഒരു ശാസ്ത്രജ്ഞനായ വ്ളാഡിമിർ സോർസ്കിൻ എന്നൊരു ശാസ്ത്രജ്ഞൻ ഉണ്ടായിരുന്നു. അതായത് ഇവർ രണ്ടുപേരും കൂടെ 1927 കാഥോഡ് റേ ട്യൂബ് എന്ന ഒരു സാങ്കേതിക വിദ്യയിലൂടെ ഇവരിനകത്ത് ഓരോ പരീക്ഷണങ്ങളൊക്കെ നടത്തി. അവർ ഈ പരീക്ഷണങ്ങൾ നടത്തി അവസാനം വിജയിച്ച് അതിനകത്തുള്ള മെക്കാനിക്കൽ സിസ്റ്റം അത് ഒരുവിധം പൂർണ്ണമായിട്ട് അത് എടുത്ത് മാറ്റിയിട്ട് ഈ ഒരു സിസ്റ്റം അതിനകത്തോട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. 1939 ആയത്തേക്കും ഇതിനകത്ത് ഇമേജുകളുടെ ഒരു അത്യാവശ്യം കുറച്ചും കൂടെ ക്ലാരിറ്റി, ഒരു വ്യക്തത തെളിഞ്ഞു വരികയും ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങൾക്കൊടുവിൽ അത് അവസാനം, അതായത് ഇത്രയും നാളുള്ള മെക്കാനിക്കൽ രീതിയിലെ ഒരു പരിണാമം സംഭവിച്ചത് ഈ ഒരു 1939 ആയത്തേക്കും ഇങ്ങനെ ഒരു കാഥോഡ് റേ ട്യൂബിനൊക്കെ വെച്ചിട്ട് ആണ് ടി വികൾ പിന്നെ മാറി വന്നത്. ഇനി രണ്ടാം ലോക മഹായുദ്ധത്തിന് ഇത് വളർത്താൻ ഒരു കാരണം ഉണ്ടായെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റും. അതെ, ഇനി നമ്മൾ പറയുന്നത്, നമ്മൾ ഇപ്പോൾ ഈ പറയുന്ന 40കളും ആ ഒരു സമയം എന്ന് പറയുന്നത് വേൾഡ് വാർ 2 ടൈമാണ്. ഇത് രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ കാലമാണ്. അപ്പോൾ ഇങ്ങനെ രണ്ടാം ലോക മഹായുദ്ധത്തെ തുടർന്ന് ടി വിക്ക് കൂടുതൽ പ്രചാരം കിട്ടി. അപ്പോൾ 1950 ആയത്തേക്കും ഇതിനകത്ത് വൻ ഒരു മാറ്റം വന്നത്. അതായത് നമ്മൾ ഇന്ന് കാണുന്ന കളർ ടി വി ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ബിഗിനിങ് സ്റ്റേജ് ആയിരുന്നു. അതിൻ്റെ ഒരു ആദ്യകാലമായിട്ട് നമുക്ക് വേണമെങ്കിൽ 1950 കാണാം. അപ്പോഴത്തേക്കും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വികളായിരുന്നല്ലോ അതുവരെ. പഴയ സിനിമകളൊക്കെ എടുത്ത് നോക്കിയാൽ മതി, മലയാളമായാലും ഇംഗ്ലീഷായാലും. പ്രത്യേകം ചാർലി ചാപ്ലിൻ്റെ ഒക്കെ ആണെങ്കിൽ കൂടുതലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടങ്ങളാണ്. അത് അവസാനം മാറിയിട്ട് അത് ഇപ്പം കളർ ടി വി ആയിട്ട് മാറി. അതിൻ്റെ വലിയൊരു നമുക്ക് വേണമെങ്കിൽ ഒരു പ്രോട്ടോടൈപ്പ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആദ്യത്തെ ഒരു മോഡൽ എന്നൊക്കെ വേണമെങ്കിൽ RCAയുടെ, അതായത് റേഡിയോ കോർപ്പറേഷൻ ഓഫ് അമേരിക്കയുടെ CT100 എന്നൊരു മോഡൽ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ വികസിപ്പിച്ചാണ് കളർ ടി വിയുടെ ഒരു തുടക്കം കുറിച്ചത്. ഇനി നമ്മൾ അത്യാവശ്യം ദീർഘമായിട്ടുള്ളൊരു കാലഘട്ടത്തെ പറ്റിയാണ് നമ്മളിനി ചർച്ച ചെയ്യുന്നത്. അതായത് ടി വിയുടെ ഒരു സുവർണ കാലഘട്ടത്തെ പറ്റിയാണ് നമ്മളിനി കൂടുതലും ചർച്ച ചെയ്യുന്നത്.
ഇതിപ്പോൾ ഒരു 1940-50 മുതൽ നമുക്കൊരു 80-90 വരെ ഉള്ള ഒരു അത്യാവശ്യം ദീർഘമായ ഒരു ചരിത്രം തന്നെയാണ്. അതായത് ആദ്യകാലത്തെ കളർ ടെസ്റ്റ്, അതായത് കളർ ടി വിക്ക് വേണ്ടി ഉണ്ടാക്കാനുള്ള അതിനൊരു പിന്നിലുള്ള ഒരുപാട് ടെസ്റ്റുകളൊക്കെ നടത്തി. അത് 1940-കളിൽ നടത്തി. പക്ഷെ അതിന് FCCയുടെ ഒരു അംഗീകാരം കിട്ടിയതും അതിനോടൊപ്പം അത് NTSCയുടെ സ്റ്റാൻഡേർഡ് 1953-ലാണ് NTSCയുടെ ഒരു അനുമതി കിട്ടിയത്. ഇത് രണ്ടും അമേരിക്കയിൽ മറ്റുമുള്ള ഒരു നമ്മൾ പറയത്തില്ല, ഇപ്പോൾ ഒരു അംഗീകാരം നൽകുന്നത്, നമ്മളിപ്പം പേറ്റന്റ് എന്ന് പറയാൻ പറ്റത്തില്ല, അതുപോലത്തെ ഒരു സംഭവമാണ്. അതിൽ ഇത്തിരി കോംപ്ലക്സ് ആണ്, ഞാൻ മറന്നു പോയത്. അപ്പോൾ അത് അങ്ങനെയുള്ള ഒന്ന് ആണ്. അപ്പം അവരുടെ ഒക്കെ ഒരു അംഗീകാരവും മറ്റു കാര്യങ്ങളും സഹായങ്ങളും ഒക്കെ കിട്ടിയ പിന്നെ കളർ ടി വിക്ക് ഒരു കാര്യമായ മാറ്റം വന്നു. ഇത് കൂടുതൽ പ്രകടമായത്, ഇത് കളർ ടി വിയുടെ ഒരു കടന്നൊരു കാര്യമായി പ്രകടമായത് 1970-കളാണ്. അപ്പോഴത്തേക്കും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വികൾ ഒരുവിധമൊക്കെ മാറിക്കഴിഞ്ഞിരുന്നു. അപ്പോൾ 1970-കളൊക്കെ ആയപ്പോഴത്തേക്കും കളർ ടി വിക്ക് പ്രചാരം കൂടി. പിന്നെ ഈ ടി വിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നു. ആദ്യകാലത്തെ ടി വി നമ്മൾ ഈ പെട്ടി പോലെയാണ്, ഒരിടത്ത് നമുക്ക് എടുത്തു മാറ്റാൻ പാടാണ്. പഴയ കാലത്ത് ടി വി ഉള്ള ആൾക്കാർക്കൊക്കെ അറിയാം. ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു ടി വി, അങ്ങനത്തെ ടി വി എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ പെട്ടി പോലെ ഇരിക്കും, നമ്മളിങ്ങനെ ഒഴിച്ച് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ടി വിയാണ് അത്. അപ്പോൾ ആ ടി വിക്ക് അതിൽ നിന്ന് മാറ്റാം, അതിന് പ്രത്യേക ഒരു സ്റ്റാൻഡൊക്കെ വേണം പഴയ ഒരു കാലത്തൊക്കെയാണ്. പിന്നെ അത് വലിയ സ്റ്റാൻഡായി, പിന്നെ ചെറിയ സ്റ്റാൻഡായി, ഭയങ്കര ഒരു വലുതാണ്. പൊക്കാനൊക്കെ ആണെങ്കിൽ 2-3 പേരൊക്കെ വേണം, അത്ര വലിയ ടി വിയാണ് അത്. നമ്മൾ പറയുന്നത് നമ്മൾ പഴയ കാലത്തെ കമ്പ്യൂട്ടറും ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെ ഇരിക്കുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറ്റം വന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്ന ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള, എന്നാൽ ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള അല്ലാത്ത ഒരു, നമുക്ക് പറയാമല്ലോ, ഒരു ബോർഡ് രീതിയിലൊക്കെ അല്പമൊക്കെ ഒന്ന് മാറി ഒന്ന് പരിണമിച്ച് വന്നു. പിന്നീട് അങ്ങോട്ടുള്ള ടി വികളെല്ലാം 1960-കളൊക്കെ ആയപ്പോഴത്തേക്കും സോണി, ഈ കമ്പനിയാണ് ഇതിനകത്ത് കൂടുതലും ഫേമസ് ആയിരുന്നു ടി വിയുടെ കാര്യം. ബാക്കി ഒരുപാട് കമ്പനികളൊക്കെ ഉണ്ട്, പക്ഷെ സോണി ആയിരുന്നു ഇതിനകത്ത് കൂടുതലൊരു, പ്രത്യേകിച്ചും പഴയകാല ടി വികളിൽ കൂടുതലും സോണിക്കായിരുന്നു കൂടുതലൊരു ഇതിനകത്തൊരു റോളുണ്ടായിരുന്നു, സോണിക്കായിരുന്നു. അപ്പോൾ സോണിയുടെ TV8-301 എന്നൊരു മോഡൽ അവർ ഇറക്കി. ഇത് ഈ ഒരു മേഖലയിൽ ഒരു വിപ്ലവകരമായ മാറ്റത്തിന് സാക്ഷ്യം വഹിച്ചു. ഈ മാറ്റങ്ങൾ ഒടുവിൽ അതായത് ട്രാൻസിസ്റ്റർ ടെക്നോളജിയിലോട്ടുള്ള മാറ്റം വന്നത്, കാഥോഡ് റേ ട്യൂബിൽ നിന്നും അതിൽ നിന്ന് മാറി ട്രാൻസിസ്റ്റർ ടെക്നോളജി, അതായത് നമുക്കിപ്പോൾ നമ്മൾ പറയാം പണ്ടത്തെ ആൻറ്റിനയൊക്കെ നാളെ ഇങ്ങനെയൊക്കെ 2 കൊമ്പ് പോലെയൊക്കെ ഇരിക്കുന്ന ആൻറ്റിനയൊക്കെ അറിയാം. അപ്പോൾ ഏതാണ്ട് അതാന്ന് തോന്നുന്നു, അതിലോട്ടൊരു മാറ്റമൊക്കെ വന്നു. അപ്പോൾ ഇത് പിന്നീട് കുറച്ചും കൂടെ കാലം കഴിഞ്ഞിട്ട് സാറ്റലൈറ്റൊക്കെ ഓരോ രാജ്യങ്ങളൊക്കെ വിക്ഷേപിക്കാൻ തുടങ്ങി ബഹിരാകാശത്തോടൊക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ലോകത്തുള്ള പല ഭാഗത്തായിട്ടുള്ള നമുക്കൊരു ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടായി. അതായത് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പം നമുക്ക് ഒരു നാട്ടിലൊരു സംഭവം വേറൊരു നാട്ടിലോട്ടൊക്കെ സാറ്റലൈറ്റ് മുഖാന്തരമൊക്കെ നമുക്ക് വാർത്ത അറിയാം. അങ്ങനെ ഇത് ലൈവ് ടെലികാസ്റ്റിങ്ങിന്, അതായത് പ്രത്യേകിച്ച് വാർത്തയിലൊക്കെ ലൈവ് ടെലികാസ്റ്റിങ്ങിന് കൂടുതൽ പ്രാധാന്യം ലഭിച്ചു. അതായത് അതായത് നമ്മൾ ലൈവ് ടെലികാസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു പറയുന്ന കാര്യം നമ്മളിപ്പോൾ റെക്കോർഡ് ആയിട്ടാണല്ലോ, അല്ലെങ്കിൽ ബ്രോഡ്കാസ്റ്റ്, അതായത് നമ്മൾ ടെലികാസ്റ്റ് ആയിട്ടാണ് നമ്മൾ പിന്നീട് ഇടുന്നത്. പക്ഷെ നമ്മളിപ്പോൾ പറയുന്ന കാര്യം അത് അതേ സമയത്ത് അറ്റ് ദ സെയിം ടൈം നമുക്കിത് അറിയാവുന്ന രീതിയിൽ സാങ്കേതികവിദ്യ ഒരുപാട് വികസിച്ചു. ഇതിനൊരു പ്രധാനമായിട്ട് നമുക്കൊരു ഉദാഹരണമായിട്ട് പറയാവുന്നത് 1969 ചന്ദ്രനിൽ ആദ്യമായിട്ട് ഇറങ്ങിയതിൻ്റെ ഒരു ദൃശ്യങ്ങളാണ്. അതാണ് അതിൻ്റെ ഒരു ആദ്യകാല ഉദാഹരണമായിട്ടൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നീട് ഇത് അതായത് കേബിളും പിന്നെ റിമോട്ട് കൺട്രോളുമായിട്ടുള്ള ടി വികൾക്കൊക്കെ മാറ്റം വന്നു. പിന്നീട് അത് അവസാനം ഡിജിറ്റലായി, പിന്നീട് സ്മാർട്ട് ടി വി, നമ്മളിന്ന് കാണുന്ന ടി വി പോലെയൊക്കെ ആയി. അപ്പോൾ കേബിൾ ടി വിയും അതിനോടൊപ്പം റിമോട്ട് കൺട്രോളൊക്കെ, ആദ്യകാലത്ത് റിമോട്ട് എന്ന് പറയുന്നത് ടി വി ആയിട്ട് നേരിട്ടൊരു വയറാണ്, അതായത് ടി വി ആണ് ഇത് റിമോട്ട്, അത് വയറായിട്ടൊരു കണക്ഷൻ ഉണ്ടായിരുന്നു. പിന്നീട് കണക്ഷൻ ഇല്ലാതെ വയർലെസ്, നമ്മളിവിടെ നിൽക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് ചാനലൊക്കെ മാറും. അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിലായി പിന്നീടുള്ള ടി വി. അങ്ങനെ മാറ്റം വന്നു. അപ്പോൾ ഒരുപാട് ചാനലുകൾ, ആദ്യകാലത്ത് ചാനലുകളുടെ ഒക്കെ എണ്ണങ്ങളൊക്കെ വളരെ കുറവായിരുന്നു. പിന്നീട് ചാനലുകളുടെ എല്ലാ എണ്ണം കൂടി, കാരണം കാണാനും അതുമാതിരി ആൾക്കാരൊക്കെ കൂടി വന്നു. എല്ലാവരുടെ വീട്ടിൽ ടി വി ആയി, ഓരോ ചാനലാണ് ആൾക്കാർക്ക് താല്പര്യം കൂടി തുടങ്ങി. അവസാനം ഇതിനൊരു ഭയങ്കരമായിട്ടുള്ള മാറ്റം വന്നു. അത് 1972 ആയപ്പോൾ HBO
ഹോം ബോക്സ് ഓഫീസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമൊക്കെ തന്നെ പ്രോഗ്രാമിങ് അങ്ങനെ ഒരു ഭാഗമായിട്ട് ടി വിയിൽ തന്നെ ഒരു ഉണ്ടായി വന്നു. അങ്ങനെ ഒരുപാട് പ്രീമിയം ആയിട്ടുള്ള കേബിളുകളും അതിൽ തന്നെ പിന്നെയും വികസിച്ച് വന്നു. പിന്നെ അനലോഗ് സിസ്റ്റം ഔദ്യോഗികമായിട്ട് അങ്ങ് എടുത്തു മാറ്റി. അതിന് പകരം ഡിജിറ്റൽ സിഗ്നൽ, അതായത് ബൈനറി കോഡാണ് പിന്നെ പിടിച്ചത്. നമ്മുടെ ഈ കമ്പ്യൂട്ടറിലൊക്കെ മറ്റു പറയാലോ കോഡ്, അത് തന്നെ. അപ്പം അതിനകത്ത് ഈ അനലോഗ് നമ്മൾ നേരത്തെ ആൻറ്റിന തന്നെ ആ സംഭവം തോന്നുന്നു, അത് തന്നെയാണ്. അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം വന്നു. അവസാനം അത് ബൈനറി കോഡിലോട്ട്, ഡിജിറ്റൽ സിഗ്നൽസിലോട്ട് അതിനൊരു വഴി തെളിഞ്ഞു വന്നു. അത് 2009 ആയത്തേക്കും, അത് 21ാം നൂറ്റാണ്ടിലാണ് ഈ ബൈനറി കോഡ് കാര്യമായിട്ട് വന്നു തുടങ്ങിയത്. അപ്പം പിന്നെ അതിനകത്ത് തന്നെ ഒരുപാട് എന്തെന്നാണ് പുതിയൊരു അപ്ഡേറ്റ്സ് ഒക്കെ വന്നു. അതായത് HD, 4K, 8K, പ്ലാസ്മ, OLED, LCD എന്ന് പറഞ്ഞ ഒരുപാട് സാങ്കേതിക വിദ്യകളൊക്കെ ഇതിനകത്തോട് വന്നു. അപ്പം ഇങ്ങനെ വന്ന് മാറ്റങ്ങളൊക്കെ വന്നു. അപ്പം TV ഒരുപാട് ഫ്ലാറ്റ് TV ആയിരുന്നു. അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ TVക്ക് പിന്നെ ഇത്രയുള്ള TV, പിന്നെ അതായത് ഇത്ര ഇതുള്ള വെയിറ്റും വണ്ണവും ഉള്ള TV, ഇത്ര ഉണ്ട പോലെ നമ്മൾ പറയല്ലോ. പണ്ടത്തെ TV എന്ന് പറഞ്ഞാൽ അല്പം മുഴച്ചിട്ടൊക്കെ നമ്മൾ പറയല്ലോ ഒരു പെട്ടി പോലെ, പൊക്കാൻ ഭയങ്കര പാടാണ്. പിന്നീട് അത് കാലക്രമേണ മാറ്റം വന്ന് പിന്നെ ഈ ഒരു വീതിയായി ശരിക്കും ഒരാൾക്ക് വേണമെങ്കിൽ സുഖമായിട്ട് പോയിക്കൊണ്ട് പോകുന്ന ഒരു അവസ്ഥയിലേക്കായി TVയുടെ പിന്നീടുള്ള മാറ്റങ്ങൾ. അപ്പോൾ ഇതാണ് TVയുടെ ഒരു ഹ്രസ്വമായ ചരിത്രം. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. വിട്ടുപോയിട്ടുള്ളതൊക്കെ ക്ഷമിക്കണം. ഇത് ഞാൻ ഒരുപാട് സോഴ്സുകളിൽ നിന്നും, പ്രത്യേകിച്ചും ഗൂഗിളിൽ നിന്നും ക്രോമിൽ നിന്നും പിന്നെ അല്ലാത്ത കുറച്ച് സോഴ്സുകളിൽ നിന്നൊക്കെയാണ് ഞാനിത് പഠിച്ചെടുത്തതും സ്ക്രിപ്റ്റ് അയക്കിയതും ഒക്കെ. എല്ലാവർക്കും ഇന്നിട്ട ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പം നമ്മളിപ്പോൾ 2 പാർട്ടായിട്ടാണ് ഈ വീഡിയോ നമ്മൾ ചെയ്തത്. ഫസ്റ്റ് പാർട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് എഴുതുന്നു. അതുപോലെ സെക്കൻഡ് പാർട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. 2 വീഡിയോ, അതായത് ഇപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നതിനിപ്പം അതിൻ്റെ ആ ക്ലാരിറ്റി, അതായത് സംസാരത്തിൻ്റെ ക്ലാരിറ്റിയും, അല്ലെങ്കിൽ നമ്മളിപ്പം പുറയിലെ ബാക്ക്ഗ്രൗണ്ട് വലിയ ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ട്. അല്പം സാങ്കേതികമായൊരു പ്രശ്നമുണ്ട്. പിന്നെ നമ്മൾ അവതരിപ്പിക്കുന്ന രീതിയിൽ അല്പം പ്രശ്നമുണ്ട്. എല്ലാവരും ക്ഷമിക്കുമെന്ന് കരുതുന്നു. നമ്മളിപ്പം ഇതിനപ്പോൾ ഒരു തുടക്കക്കാരാണല്ലോ. നമ്മളിപ്പോൾ ഇതിൽ ചെയ്ത് വരും. ഇപ്പം എല്ലാവരും അങ്ങനെയാണല്ലോ. ആദ്യകാലത്തൊക്കെ ചെയ്തു വരുമ്പോൾ അല്പം ബുദ്ധിമുട്ടുകളുണ്ടാകും. അതുപോലെ എനിക്കൊന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് അറിഞ്ഞുകൂടാ പറയുന്നത് എത്രത്തോളം ശരിയാണെന്ന് അറിഞ്ഞുകൂടാ. എന്നാലും എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞ വീഡിയോയ്ക്ക് കുറേ പേര് കമൻ്റൊക്കെ ഇട്ടിരുന്നു, നല്ല അഭിപ്രായങ്ങളിട്ട്, സന്തോഷമുണ്ട്. ആദ്യമായിട്ടൊക്കെ ഇത്രയും അഭിപ്രായങ്ങളൊക്കെ ഇങ്ങനെ കാണുന്നത്, ഒരുപാട് സന്തോഷം. എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്തതിനൊക്കെ, കൂടെ നിന്നതിനൊക്കെ സന്തോഷം. ഇനിയും എല്ലാവരുടെയും സഹകരണവും സ്നേഹവും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനിയും അടുത്ത വീഡിയോകളൊക്കെ ഉടനെയായിട്ട് ഞാൻ വരാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഒന്നും കൂടി ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എനിക്ക് അറിഞ്ഞുകൂടാ, ഒരുപാട് അപാകതകളുണ്ട്. അത്ര കണ്ടിരിക്കാൻ സുഖം തോന്നുന്നതല്ല, എന്നാലും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഒന്നും കൂടി ഇത് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോ വരുന്നതേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.